ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പ്രോഗ്രാം ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണിക്കാം. പിന്നെ അതായത് അനിയത്തികളൊക്കെ അവിടെ മുമ്പ് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മുമ്പ് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോഴാണ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. നല്ല മഴ ആയിരുന്നു, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ. ബഹുമാനപ്പെട്ട നാസർ ഫൈസി, പിന്നെ ഫൈസി ഉസ്താദും പ്രസംഗവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഓരോരോ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഫൈസൽ മാഷും പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരോ മോട്ടിവേഷൻ ക്ലാസ്സിൽ നിന്ന് പിന്നെ സദർ ഉസ്താദൊക്കെ ഉണ്ടായിരുന്നു. സദർ ഉസ്താദ് വന്ന് വേഗം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കുള്ള സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി ആരംഭിച്ച്. പിന്നെ ഓല ചാരിറ്റി പ്രവർത്തനമായി ഓല എല്ലാ കുട്ടികൾക്കും അവർക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കും അതിൽ നിന്നൊരു പങ്ക് കിട്ടിയിട്ടുണ്ട്. ദിവസത്തിന് മുകളിലായി ചാരിറ്റി തുടങ്ങിയിട്ട്. ഇതിനു മുമ്പ് ഒരു SSLC വിദ്യാർത്ഥികൾക്ക് സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറുപ്പക്കാർ വലിയവരും ഒക്കെ ഉണ്ട് ഇതിൽ. ഒരു കൂട്ടം ചെറുപ്പക്കാർ സംഘടിപ്പിച്ചൊരു ക്ലബ്ബാണ് FC പോഡ് എന്ന പ്രദേശം. പിന്നെ പറയുന്ന എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, അത് പിന്നെ റെഡിയായി വന്നോളും. അവരാൽ പറ്റുന്ന രീതിയിൽ പോലെ എല്ലാവർക്കും പരമാവധി സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ബുക്ക്, ബാഗ്, അങ്ങനെ പുറത്തും അവർ ചാരിറ്റി പ്രവൃത്തികളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. FC പോഡ് എന്ന ഈ ചാരിറ്റി പോഡിന് തന്നെ ഒരു കൈത്താങ്ങായി നിലനിൽക്കട്ടെ. അതേപോലെ നിങ്ങളവിടെ ഇങ്ങനത്തെ ചാരിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ അവർക്ക് സ്പോൺസർ ചെയ്യാനും ഇങ്ങനെ ആൾക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരാൽ പറ്റുന്ന സഹായം നമ്മളിവിടെയുള്ള എല്ലാവർക്കും അവർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകണം തന്നെയാണ് ഞങ്ങളെല്ലാവരെയും പ്രതീക്ഷ. അത്യാവശ്യം കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ദൂരം നിന്നൊക്കെ. ഈ ഇതിനോട് നമുക്ക് FC പോടുന്ന ക്ലബിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു നോക്കാം. ക്ലബിനെ കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്? FC പോഡിനെ സംബന്ധിച്ചിടത്തോളം 58 ദിവസം പ്രായമുള്ള ഒരു സംഘടന, ഒരു ക്ലബ്ബായിട്ട് തുടങ്ങി ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ജീവകാരുണ്യ പ്രവർത്തനത്തിനൊക്കെ മേൽനോട്ടം വഹിച്ച് 58 ദിവസം കൊണ്ട് 4 പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിച്ചത്. അതിൽ ഒന്നാം ഘട്ടം ഫുട്ബോൾ കലാവാസനയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. രണ്ടാമതായിട്ട് ഈ പൂവോട് പ്രദേശത്തുള്ള മുഴുവൻ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുക. അതൊക്കെ കഴിഞ്ഞ് മൂന്നാം ഘട്ടത്തിൽ നമ്മളിപ്പോൾ നീങ്ങുന്നത്, ഇപ്പോൾ ജൂൺ 1 സ്കൂൾ തുറക്കാൻ പോവുകയാണല്ലോ. സ്കൂൾ തുറക്കാൻ പോകുന്ന സമയത്ത് പാവപ്പെട്ട കുട്ടികളെ കണ്ടെത്തി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക എന്ന ദൗത്യവുമായി ഇറങ്ങിത്തിരിക്കുക ഇപ്പോൾ FC പോഡ്. ഇനി അങ്ങോട്ട് ഈ പ്രദേശത്തെ അടിസ്ഥാനമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, അതിനെ ഒന്ന് വികസിപ്പിച്ച് കൊണ്ടുവരിക, കൂടുതൽ വികസനത്തിന്റെ പാതയിലേക്ക് പ്രദേശത്തെ എത്തിക്കുക എന്നുള്ളത്. ക്ലിയർ ഇല്ലാത്തതിന്റെ മെയിൻ കാരണം ഏകദേശം ഇരുട്ടാവാറായിട്ടുണ്ടായിരുന്നു. മഗ്‌രിബാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ താത്തനെ വിളിച്ചപ്പോൾ ഓളും പോയി കിറ്റ് വാങ്ങി. ഈ കാക്കന്മാരും ചാരിറ്റിയിലുള്ളതാണ്.
ഇത്ര ഐറ്റംസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബുക്ക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.